ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇച്ചിരി താമസിച്ചു പോയി കേട്ടോ. അപ്പോൾ എല്ലാവരോടും സോറി ചോദിച്ചുകൊണ്ട് നമ്മുടെ കഥയിലേക്ക് കയറുകയാണേ. അങ്ങനെ നമ്മുടെ നന്ദുവിനെ കൊന്നു തള്ളിയേക്കടാ എന്ന ഗുണ്ടയോട് പറഞ്ഞ് നാഗേന്ദ്രൻ വലിയ സ്റ്റൈൽ ഡയലോഗൊക്കെ അടിച്ചു. മുതലാളിയുടെ ഡയലോഗ് കേട്ടത് പാടി കേൾക്കാത്ത പാതി വലിയൊരു കത്തി എടുത്ത് നന്ദുവിനെ കുത്താനായിട്ട് ഇവന് ഓങ്ങും. നമ്മുടെ ആദർശ് പറന്ന് ഇവൻ്റെ ദേഹത്തേക്ക് വീഴുക ഒരുമിച്ചായിരുന്നു. പിന്നെ അവിടെ നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആടിപൊളി ചവിട്ടും കൂത്തും ഇടിയൊക്കെയാണ്. പിന്നെ നന്ദുവിനെ കെട്ടിയിട്ടേക്കുമായിരുന്നു. നന്ദുവിൻ്റെ കെട്ടൊക്കെ നമ്മുടെ ആദർശ് അഴിച്ചു. അപ്പോഴത്തേക്കും നന്ദു കയ്യിലെ കെട്ട് ആദർശ് അഴിച്ചു, കാലിലെ കെട്ട് നന്ദു അഴിച്ചു. പിന്നെ നന്ദു ആദർശം കൂടെ അവന്മാരെ ഇട്ടിച്ച് നിരപ്പാക്കി ചാവിട്ടി കൂട്ടി അവന്മാരെ ഒന്നിനും കൊള്ളത്തില്ലാത്ത പോലെ ആക്കി കളഞ്ഞു. അങ്ങനെ ആദർശിൻ്റെയും നന്ദുവിൻ്റെയും ഇടിയും കൊണ്ട് അവന്മാരെ എഴുന്നേക്കാൻ മേലാതെ കിടക്കുമ്പോൾ ആദർശ് പറഞ്ഞു വേഗം വാ എന്ന് പറഞ്ഞു. നന്ദുവിനെ വിളിച്ചുകൊണ്ട് അപ്പോൾ നിൽക്കേട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. ആ പോയ പോക്കിൽ നമ്മുടെ നന്ദു ധൈര്യത്തോടു കൂടി ആ ഫോൺ, അതായത് നമ്മുടെ നാഗേന്ദ്രൻ ചേട്ടൻ വിളിച്ച ഫോണുണ്ടല്ലോ, അതങ്ങ് ചെന്ന് പറഞ്ഞ് ചെന്നങ്ങ് എടുത്തു. ഈ ഫോണിലേക്കാണ് നമുക്ക് ആവശ്യമുള്ളവൻ്റെ കോൾ വന്നതെന്നുള്ള കാര്യം പറയുമ്പം അതൊക്കെ നമുക്ക് നോക്കാം, നീ വാ എന്ന് പറഞ്ഞു. ആ ഫോണുമായിട്ട് നമ്മുടെ നന്ദു സ്റ്റാൻഡ് വിട്ടു. അങ്ങനെ അവർ രണ്ടുപേരും പുറത്തിറങ്ങി. അപ്പം നന്ദു ആദർശിനോട് പറയാണ്, നമ്മൾ രണ്ടുപേരും അന്വേഷിക്കുന്ന ഈ ആളിൻ്റെ ഈ നമ്പർ ഞാനിപ്പോൾ തന്നെ സൈബർ സെല്ലിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. നീ കൊടുത്തോളാനും പറഞ്ഞു. അങ്ങനെ അവരിത് നമ്പർ കൊടുത്തു. അപ്പോൾ സേവിയറിന് നമ്മുടെ ആദർശ് കൊടുത്തു. സേവിയറെ ഞാനിപ്പോൾ ഒരു നമ്പർ അയച്ചിട്ടുണ്ട്, അതിൻ്റെ കറണ്ട് ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി സാറെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഇവർ നീക്കുകയാണ്. ഏതായാലും നന്ദുവിനെ കൊന്നു തള്ളിയേക്കാൻ പറഞ്ഞു. ഇച്ചിരി ആവേശം കാണിച്ചത് ഇച്ചിരി അങ്ങ് കൂടിപ്പോയി. ആ ഒരു ഇതിൽ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ നാഗേന്ദ്രൻ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം നല്ല ഭംഗിയായി അവിടെ കഴിഞ്ഞു. എന്തായാലും സേവിയർ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറയും. അപ്പോൾ തന്നെ നമുക്ക് ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോകാമെന്ന് പറയുവാണ്. അങ്ങനെ വീടും കാര്യങ്ങളും എല്ലാം സേവിയർ സെക്കൻഡുകൾക്കകം നമ്മുടെ ആദർശിനും നന്ദുവിനും പറഞ്ഞു കൊടുത്തു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ വീടിൻ്റെ മുറ്റത്തേക്ക് ഇവർ രണ്ടുപേരും എത്തി. അങ്ങനെ ആ വീട്ടിൽ ചെന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും തുറക്കുന്നില്ല കേട്ടോ. രാത്രിയാണ്. കുറേ നേരം അവരവിടെ വെയിറ്റ് ചെയ്തു. ഈ സമയത്തൊന്നും അവിടെ ആരുമില്ല. ഇറങ്ങി വരാൻ പറ്റത്തില്ലല്ലോ നാഗേന്ദ്രന്. അങ്ങനെ നമ്മുടെ ആദർശിന് മനസ്സിലായി അവൻ മുങ്ങി എന്നുള്ളത്. വണ്ടിയിൽ വന്ന് കയറിയിട്ട് നന്ദുവിനോട് കാര്യം പറയുവാണ്. അവൻ മുങ്ങി, നമ്മൾ എത്രയും പെട്ടെന്ന് അവനെ പൂട്ടും നന്ദുവെന്ന്. അപ്പോൾ തൽക്കാലം എന്നെ വീട്ടിലേക്ക് വിടണ്ട, എന്നെ നയനേച്ചിരി എടുത്ത് വിട്ടാൽ മതി എന്ന് നന്ദു പറയുമ്പം, അല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്ന് ആദർശം പറയും. ഞാൻ പോലീസ് ക്ലബ്ബിലെ മീറ്റിങ്ങിന് പോവുകയാണെന്നും പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന കാര്യം നന്ദു പറയാം. വൈകിയതുകൊണ്ട് ഞാൻ നയനേച്ചിയുടെ അടുത്ത് ഒന്നൊന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ ഇപ്പോൾ നടന്ന സംഭവങ്ങളൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ നന്ദു ശരിക്കും പോലീസ് ക്ലബ്ബിൽ തന്നെയാണോ പോയത് എന്ന് ആദർശ് ചോദിച്ചു. അതേ ആദർശേട്ടാന്ന് നന്ദു. എന്തായാലും ഇനി സൂക്ഷിക്കണം കേട്ടോ, കാരണം ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ സൂചന കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഓടിയെത്താൻ പറ്റിയത്. എന്നെക്കാളും ഇപ്പം നമ്മുടെ ശത്രുക്കളുടെ നോട്ടപ്പുള്ളി നന്ദു ആണെന്ന കാര്യം പറഞ്ഞ് അത് നോക്കണ്ട എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ സമാധാനിപ്പിക്കാം. ഇന്ന് ഞാനിവിടെ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കാർക്കും പിന്നെ നന്ദുവിനെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു എന്നും പറഞ്ഞു. നമ്മളൊക്കെ സത്യത്തിനൊപ്പം നിൽക്കുന്നവരല്ലേ ആദർശേട്ടാ, അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ തുണയ്ക്കുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാമായിരുന്നു എന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ, തലയ്ക്ക് ചെറിയൊരു വേദനയുണ്ട്, അത്രേ ഉള്ളൂ എന്ന് നന്ദു പറയാം. നയനേച്ചിയുടെ അടുത്ത് കുറച്ച് ആശ്വാസവും കാര്യങ്ങളൊക്കെ കിട്ടും. വീട്ടിലെത്തിയ അച്ഛനും അമ്മയും ഇരുന്ന് കുറ്റപ്പെടുത്താനും തുടങ്ങുമെന്ന് പറയും. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ നയന ഓടി ഇറങ്ങി വന്ന് ഇവർ ചെല്ലുന്നത് കണ്ട് അപ്പോൾ നന്ദു ഇങ്ങനെ തല പൊത്തിപ്പിടിച്ച് ഇങ്ങനെ ചെല്ലും. അപ്പോഴത്തേക്ക് നയന ഓടി വന്നിട്ട് അയ്യോ എന്താ പറ്റിയ മോളെ, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല ചേച്ചി, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ള ഗുണ്ടാക്രമണം തന്നെയാണെന്ന് നന്ദു പറയാം. അതിൽ നിന്ന് ആദർശേട്ടനെ എന്നെ രക്ഷിച്ചതെന്ന് പറയുമ്പോൾ നയന അന്തം വിട്ടിങ്ങനെ നോക്കുവാണ്. എന്നോടൊന്നും പറയാതെ ധൃതിയിൽ ആദർശേട്ടൻ പോയപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് അതിനുശേഷം ഞാൻ എത്ര തവണ ആദർശേട്ടനെ വിളിച്ചെന്നറിയാവുമെന്നും ചോദിക്കാൻ നയന. അപ്പോഴൊക്കെ ഫോൺ ഓഫായിരുന്നു എന്നും. നിന്നെ വിളിച്ച് വിവരം പറഞ്ഞാൽ നീ ആകെ ടെൻഷനാവും, അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ഫോൺ ഓഫാക്കി വെച്ചതാണെന്ന് ആദർശ് പറഞ്ഞപ്പം ശരിക്കും എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു നയന. സംഭവിച്ചത് എന്താണെന്ന് നന്ദു നിന്നോട് പറഞ്ഞില്ലേ, AN ജ്വല്ലറിയിലെ റെയ്ഡ് നടത്തിയില്ലേ, അതിൻ്റെ പ്രതികാരം തീർത്തതാണെന്ന് ആദർശ് ഇങ്ങനെ പറയുമ്പം അതെന്ന് നന്ദുവും പറഞ്ഞു. പിന്നെ ആ ഡേവിഡിനെയും കൊണ്ടുപോയി നന്ദു കുടഞ്ഞല്ലോ, അതിന് പകരം ചെയ്തതാണെന്നും പറഞ്ഞു. പിന്നെ ഞാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നന്ദുവിൻ്റെ വിധി തന്നെ മാറിപ്പോയേനെന്നും ആദർശ് പറയുവാണേ. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയും. അപ്പോൾ ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ ചേച്ചി ഒരു കാര്യം ചെയ്യാം, അമ്മയൊന്ന് വിളിക്കുക, എന്നിട്ട് ഞാൻ എവിടെയുണ്ട് ഇന്ന് വരത്തില്ല എന്ന് പറയാൻ ഇങ്ങനെ നന്ദു പറയുവാണ് നയനയോട്. പോലീസ് ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നെന്നും അത് കഴിഞ്ഞു വരുന്ന വഴിയാണ് ഗുണ്ടകൾ എന്നെ ആക്രമിച്ചതെന്നും നമ്മുടെ നന്ദു പറയുക. പിന്നെ ബോധം ഉണരുന്ന ഞാൻ ഒരു ഗോഡൗണിലായിരുന്നു ഉണ്ടായിരുന്നത്, അതൊന്നും അച്ഛനോടും അമ്മയോടും പറയാൻ നിൽക്കേണ്ട കേട്ടോ, വൈകി വന്നതുകൊണ്ട് ഇവിടെ കയറിയെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഞാൻ വിളിക്കാമെന്നും പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ നയന വിളിച്ചു. കനക കോൾ എടുത്തു. നന്ദു ഇവിടെയുണ്ട്, അവൾ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് പോകുന്നതെന്നും പറഞ്ഞു. അപ്പോൾ കനക എന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക.
പിന്നെ ഇന്ന് ഞാനിവളെ ഇവിടെ പിടിച്ചു നിർത്തി, ഇന്ന് അവൾ അങ്ങോട്ട് വന്നിട്ട് വേറെ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് നയന പറയുമ്പം പോലീസ് ക്ലബ്ബിൽ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞാ പോയത്. പക്ഷേ അങ്ങോട്ടാണോ പോയത് എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് ഈ കനക നേരത്തേനും പറയാണ്. അപ്പം എന്തിനാ വെറുതെ അവൾ അമ്മയോട് ഇങ്ങനെ കള്ളം പറയുന്നേ? അമ്മ ഒരു കാര്യം ചെയ്യാം, നാളെ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് പോരെ, എന്നിട്ട് പിന്നെ അവളുമായിട്ട് ഒന്നിച്ച് പോകാമല്ലോ എന്നും പറഞ്ഞു. അപ്പം അതെന്താ, അവൾക്ക് ഇങ്ങോട്ട് വരാൻ, ഒറ്റയ്ക്ക് വരാൻ എന്തെങ്കിലും അവശതയുണ്ടോ എന്ന് കനക ചോദിക്കുമ്പം അവശതയൊന്നും ഇല്ല, പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് നയന. ശരി കനക, അമ്മ ഇങ്ങോട്ട് വരികയാണെങ്കിലേ എനിക്കൊന്ന് കാണാമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന്. ശരി ഞാൻ നോക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പം നിനക്ക് വേദന ഉണ്ടോ മോളേന്ന് ചോദിച്ചു. അപ്പോൾ വലിയ മുറിവാണോ മോളെ നെറ്റിയിൽ? വലിയ മുറിവാണ്, ഹോസ്പിറ്റലിൽ നിന്ന് വിടൂ എൻ്റെ ചേച്ചി. ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാൻ ഞാൻ പറഞ്ഞതാ, ഇവള് സമ്മതിച്ചില്ല എന്ന് ആദർശ നേരം നയനയോട് പറഞ്ഞു. നീ വാ ആദർശേട്ടാ, ഇത് ആദർശേട്ടനും ബാധകമാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ നയന നന്ദുവിനെയും കൂട്ടി അകത്തേക്ക് പോയപ്പോൾ ആദർശ് ഇങ്ങനെ അവിടെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്ദു നയനയും കൂടി ആദർശിൻ്റെ അടുത്തേക്ക് വന്നു. ആദർശ് ഇങ്ങനെ തൻ്റെ ലാപ്ടോപ്പൊക്കെ ആയിട്ട് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് വേണ്ട നാളിൻ്റെ വ്യക്തമായ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം നമ്മുടെ നന്ദു പറയുന്നു. അപ്പോഴത്തേക്ക് ആദർശ് ആകാംക്ഷയോടെ അതെടുത്ത് കാണിക്കുന്നു. അങ്ങനെ ആ വ്യക്തമായ ഫോട്ടോയിൽ ആദർശ് ഇങ്ങനെ ശരിക്കും നോക്കുമ്പോൾ ഇപ്പം പിടികിട്ടുന്നുണ്ടോ ആളെ എന്ന് നയന ചോദിക്കും കേട്ടോ. എവിടെയോ കണ്ട ഓർമ്മയുണ്ട്, പക്ഷേ ആളെ പിടികിട്ടുന്നില്ല എന്ന് ആദർശ് പറയുന്നു. അപ്പോൾ ഇവർക്ക് ടെൻഷനായി. ഇനിയിപ്പോൾ ആരാണെന്ന് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ വെറുതെ ആലോചിച്ച് സമയം കളയാതെ വീട്ടിലേക്കൊന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആദർശേട്ടൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് തന്നെയാണ് ഞാൻ പോകുന്നത്, അച്ഛൻ എന്തായാലും ഒന്ന് അയച്ചു കൊടുക്കാമെന്നും ചിലപ്പോൾ നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ അച്ഛൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ആദർശ് പറയുന്നു. ഏകദേശം അച്ഛൻ്റെ ഇളയച്ഛൻ്റെയൊക്കെ അടുത്ത പ്രായമുള്ള ആളാണെന്ന് പറഞ്ഞു. ആൾ കണ്ടാൽ നല്ല മാന്യനാണല്ലോ, പക്ഷെ അയാളുടെ സ്വഭാവത്തിൽ അത്ര മാന്യത ഇല്ലല്ലോ എന്ന് ആദർശ്. ആൾ നമ്മൾ കരുതുന്നത് പോലെയൊന്നും അല്ല ആദർശേട്ടാ. ഡേവിഡിനെ ബിനാമിയാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്നത് ഇയാളാണെങ്കിൽ ഇയാൾ ഒരു കര തീർന്ന ക്രിമിനൽ ആയിരിക്കുമെന്ന് നന്ദു പറഞ്ഞപ്പം എത്ര ക്രിമിനൽ ആണെങ്കിലും ശരി ഇവിടെ വന്ന് അഭ്യാസം കാണിച്ചാൽ നമ്മൾ പൂട്ടുമെന്ന് ആദർശം പറയുക. അപ്പോൾ ദേ ഇനിയിപ്പോൾ അച്ഛനോ മുത്തച്ഛനോ പരിചയം ഉണ്ടെങ്കിൽ ഇവൻ്റെ എല്ലാ റൂട്ടും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നും ആദർശ് പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ അച്ഛൻ അയച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ ആദർശ് ആ ഫോട്ടോ ജയൻ അയച്ചു കൊടുത്തു. അപ്പോൾ ജയൻ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കും. അപ്പോഴത്തേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്താ ചേട്ടൻ നോക്കണേന്ന് ചോദിച്ചു ദേവയാനി. അപ്പോൾ ദേവേ ഈ ഫോട്ടോ നീ ഒന്ന് നോക്കിയാൽ പരിചയം ഉണ്ടെന്നൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മുടെ നാഗേന്ദ്രനല്ലേ എന്ന് ചോദിച്ചു ജയൻ. അപ്പോൾ അതെ ഇത് നാഗേന്ദ്രൻ തന്നെയാണെന്ന് നമ്മുടെ ദേവയാനി പറഞ്ഞു. അപ്പോൾ ആദർശ് ഇപ്പോൾ ഈ ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ട് ആളെ അറിയാമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഈ ഫോട്ടോ ഇങ്ങനെ അവന് കിട്ടിയെന്ന് ദേവയാനി ചോദിക്കുമ്പോഴത്തേക്കും ഇവനെപ്പറ്റി ആദർശ് തിരക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു ദേവയാനി. അപ്പോൾ നമ്മുടെ ജയൻ പറഞ്ഞു എന്തെങ്കിലും കാരണം കാണുമായിരിക്കും, അവനിപ്പോൾ തീവ്രമായ അന്വേഷണത്തിലല്ലേ, അതിനിടയിൽ ഇവൻ വന്ന് പെട്ടതായിരിക്കും എന്ന് ജയൻ പറയുകയാണ്. അച്ഛൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ ജ്വല്ലറിയെയും കുടുംബത്തെയും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു ശത്രുവിനെ പറ്റിയിട്ട്, അത് ഇവനാണോ എന്ന് അറിയില്ല എന്ന് ജയൻ പറയുമ്പോൾ ദേവയാനി അന്തം വിട്ട് നോക്കുന്നു. അല്ലെങ്കിൽ ഇവൻ മറ്റാരെയെങ്കിലും പിന്നിൽ നിന്ന് സഹായിക്കുന്നുണ്ടോ എന്നും അറിയില്ല എന്നും പറയും. ജയേട്ടൻ മനസ്സും മടുത്താണ് അന്ന് വേണ്ടത് പോയത്, അപമാനിച്ച അന്ന് അവനെ അച്ഛൻ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടത്, അതൊക്കെ അതേപടി ഇപ്പോഴും മനസ്സിലുണ്ടാകുമെന്ന് ദേവയാനി പറയുമ്പോൾ നമ്മളല്ലേ എല്ലാം മറന്നുപോയത്, അപമാനം ഉണ്ടായവരെ ഒന്നും മറക്കത്തില്ലല്ലോ എന്ന് ജയൻ ഇങ്ങനെ പറയുവാണ്. എന്തായാലും ആളെ കൃത്യം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ജലജ പോലും ആ സമയത്ത് അവൻ്റെ കൂടെ നിന്നിട്ടില്ല എന്ന കാര്യവും പറയുവാണ്. ഇവിടുന്ന് പോയ ശേഷം എവിടെയോ മറിഞ്ഞു നിന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു എന്ന് ജയൻ പറഞ്ഞു. അന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു തിരിച്ചുവരവുണ്ടാകും, അന്നെല്ലാം തകർത്തെറിയും എന്നുള്ളത്. അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കൂ കേട്ടോ. അന്ന് എനിക്ക് അതിൽ ഭയമൊന്നും തോന്നിയിരുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഇവനെപ്പോലെ ഒരു ഞാഞ്ഞോളിനെ നമ്മളെന്തിനാ ഭയക്കുന്നത് എന്ന് ചിന്തിച്ചു എന്ന് ജയൻ പറയാം. പക്ഷേ ആ നേർക്കൂലി ഇപ്പോൾ ഒരു ശക്തിയായുള്ള വിഷപ്പാമ്പായി തിരിച്ചു വന്നു എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഒരു ഫോട്ടോ പോലും ഇവിടെ ഇല്ലല്ലോ. ആദർശാണെങ്കിൽ കുഞ്ഞുനാളിലെ ഇവനെ കണ്ടിട്ടുള്ളല്ലോ എന്ന് ദേവയാനി ഇങ്ങനെ പറഞ്ഞപ്പോൾ എങ്കിലും എവിടെയോ കണ്ടു മറന്നു എന്നവൻ പറഞ്ഞു. ചിലപ്പോൾ ഇത് നാഗേന്ദ്രനാണെന്ന് അവന് പിടികിട്ടി കാണില്ല എന്ന് ജയൻ പറയാണ്. എന്തായാലും ഇത് വിളിച്ച് കാര്യങ്ങൾ അവനോട് പറയണമെന്നും അതിനു മുൻപ് അച്ഛനെ ഒന്ന് അറിയിക്കണമെന്നും ജയൻ പറഞ്ഞിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ദേവയാനി ആലോചനയായിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് അനി അവിടെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുക നന്ദുവിനെ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദുവിൻ്റെ ഫോണ് ഓണായി. അപ്പോൾ നയനയായിട്ട് ഉറക്കമാണ് നന്ദു. നോക്കുമ്പോൾ അനിയുടെ ഫോണ്. അപ്പോഴത്തേക്കും നന്ദു എടുത്ത് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇനി പോലീസ് ക്ലബ്ബിൽ പോകുകയാണെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് വന്നത് അവളുടെ അമ്മയും അച്ഛനും പിടിച്ച് കാണുമോ, അതായിരിക്കും അവൾ ഫോൺ കട്ട് ചെയ്തേ എന്നൊക്കെ ഇങ്ങനെ അനി ചിന്തിക്കും കേട്ടോ. ഇവൾ വീണ്ടും തടങ്കലിലായോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ ഇരിക്കുന്നു. ഇവിടെ തല പുകഞ്ഞ പ്രശ്നമായിട്ട് ഇവരിങ്ങനെ ഇവിടെ ഇരിക്കുക. ഈ സമയത്ത് അനി അവിടെ കിടന്ന് വെകളി പിടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ജയൻ ഈ ഫോട്ടോയുമായി അച്ഛൻ്റെ മുന്നിലേക്ക് വരുന്നതും അച്ഛൻ ഇയാളെ അറിയുമോ എന്ന് ചോദിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തിനാണ് ഇവൻ്റെ ഫോട്ടോ എന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നതെന്ന് മുത്തശ്ശൻ ചോദിക്കുക.
നിനക്കറിയില്ലേ ഇവനെക്കുറിച്ച് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അച്ഛ ആദർശ് അയച്ചു തന്നതാ. ഇത് അയച്ചു തന്നിട്ട് അവൻ ചോദിച്ചു ഇയാളെ അറിയുവോ എന്ന്. ഇവൻ്റെ നിഴല് പോലും കണ്ടാൽ എനിക്ക് തിരിച്ചറിയാവുന്ന മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. എൻ്റെ കാര്യവും അതങ്ങനെ തന്നെയാണല്ലോ അച്ഛാ. ദേവയാനിയായിട്ട് ഞാൻ ഇന്നലെ ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു എന്നും പറഞ്ഞു. ഇവൻ്റെ ഫോട്ടോ എന്തിനാ ആദർശ് അയച്ചതെന്ന് ചോദിച്ചപ്പം ഇവന് ഇപ്പോൾ നമുക്കുണ്ടായ പ്രശ്നങ്ങളിലെല്ലാം പങ്കുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് ജയൻ ഇങ്ങനെ അച്ഛനോട് പറയുമ്പോഴത്തേക്കും ഏതോ ഒരു ശത്രു നമ്മളെ പിന്തുടരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആ ശത്രു ഇവനാണോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അച്ഛാ. അപ്പോൾ ഇവനോടുള്ള എൻ്റെ ദേഷ്യത്തിനെ പറ്റി ആദർശന് അറിയില്ല എന്നും അവനൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴാണ് ഞാൻ ഇവനെ ഇവിടെ നിന്ന് പടിയിറക്കി വിട്ടതെന്ന് മുത്തശ്ശൻ പറയുക. അതുകൊണ്ടാണ് ഈ ഫോട്ടോ കണ്ടപ്പോൾ ആദർശിനെ തിരിച്ചറിയാൻ പറ്റാണ്ട് പോയതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ ഈ ഫോട്ടോ അയച്ചു തന്നത് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ നിൽക്കുമ്പം അങ്ങനെ തന്നെയാണ് എൻ്റെയും വിശ്വാസമെന്ന് പറയുകയാണ് ജയൻ. അച്ഛനും അവനിടയിലുള്ള മഞ്ഞ് ഉരുകോ ഈ സംഭവത്തോടെ എന്ന് ജയൻ ചോദിക്കുമ്പം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അവനൊരു ഫോട്ടോ അയക്കുമ്പോഴേക്കും അവനെ പോയി വാരിപ്പുണരാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കിപ്പോൾ ഇല്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ കമ്പനിക്കൊരു ശത്രുവുണ്ട്, ആ ശത്രുവിനെ കണ്ടെത്തണമെന്നുള്ളതായിരുന്നല്ലോ അച്ഛൻ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുമ്പം ജയ അനിയിപ്പം നല്ല രീതിയിലാണ് കമ്പനി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ MD ആയതിനു ശേഷം കമ്പനി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാമെന്നും മുത്തശ്ശൻ പറയാം. അപ്പം അതിൻ്റെ പിന്നിൽ ആദർശിൻ്റെ ബുദ്ധി ഇല്ലേ അച്ഛാ എന്ന് ജയൻ ചോദിക്കുമ്പം ആരുടെ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും കമ്പനിയെ നയിക്കുന്നത് ആരാണോ അവരുടെ കഴിവായിട്ടേ കമ്പനിയുടെ വിജയത്തെ കാണാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും. ശരി അച്ഛാ, അവനെ ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുകയാണ് നമ്മുടെ ജയൻ. അങ്ങനെ നമ്മുടെ ജയൻ എന്നിട്ട് ഈ ഫോട്ടോയായിട്ട് അകത്തേക്ക് കയറിപ്പോയി. മുത്തശ്ശൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നാഗേന്ദ്രൻ അനന്തപുരിക്കാരി പൊക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൻ്റെ അന്ത്യം അത് നമ്മുടെ അനന്തപുരിയിലുള്ളവർ തന്നെ കുറിക്കും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ നാഗേന്ദ്രൻ്റെ എല്ലാ ഇടപാടുകളും പൊക്കി അവൻ്റെ അതിബുദ്ധി, അവൻ്റെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ല, അതുപോലെ അവൻ്റെ അതിബുദ്ധി അവന് തന്നെ വിനയായി വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയാണിക്കൊണ്ട് നല്ല അടാർ എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.